പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ തോമസ് ജോർജ്. കഴിഞ്ഞ 34 വർഷങ്ങളായി കർത്താവിൻ്റെ കൃപയാൽ കേരളത്തിലും നോർത്ത് ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലും മിഡിൽ ഈസ്റ്റിലും അമേരിക്കയിലും കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം ഭാഗ്യം നൽകി. ദൈവരാജ്യത്തിൻ്റെ വെളിപ്പാട് ദൈവം നൽകിയതനുസരിച്ച് ഇപ്പോൾ ഡാളസ് കേന്ദ്രമാക്കി കിങ്ഡം ഓഫ് ഗോഡ് മിഷൻ ചർച്ച് എന്ന പ്രവർത്തനം ആരംഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് നിങ്ങളുടെ മുൻപാകെ ദൈവരാജ്യത്തിലേക്ക് ജീവിതങ്ങളെ നയിക്കുവാൻ കർത്താവ് കാണിച്ച മാതൃക പങ്കുവയ്ക്കുകയാണ്. അതിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ദൈവവചന ധ്യാനം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഒരാൾക്ക് വായിക്കാം. മതി. യേശുവിന് മുന്നോടിയായി വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകൻ തടവിലായി എന്ന് യേശു അറിഞ്ഞപ്പോൾ ഗലീലയിലേക്ക് വാങ്ങിപ്പോകുകയും യോഹന്നാൻ സ്നാപകൻ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ യേശു തുടരുകയും ചെയ്തതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശു കടന്നു വന്നത് ദൈവരാജ്യം യഥാസ്ഥാനമാക്കുവാനാണ്. യോഹന്നാൻ സ്നാപകൻ യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗ വിഷയവും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു. യേശു ലോകത്തിൽ വന്നത് ഏദനിൽ മനുഷ്യന് നഷ്ടമായ ദൈവരാജ്യം മടക്കി തരുവാനും അതിലേക്കുള്ള പ്രവേശനം നമുക്ക് നൽകുവാനുമായിരുന്നു. ഞാൻ ഓർപ്പിച്ചല്ലോ, യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗ വിഷയവും ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യമായിരുന്നു എന്ന്. എന്താണ് ഈ സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം എന്നുള്ളതിന്റെ അർത്ഥം? ദൈവാധിപത്യം പരിശുദ്ധാത്മാവിനാൽ മനുഷ്യ ജീവിതത്തിൽ സ്ഥാപിതമാക്കുന്നതാണ് ദൈവരാജ്യം. ദൈവവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, റോമർ 14:17 ദൈവത്തിന്റെ രാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമത്രേ. ഭക്ഷണമോ പാനീയമോ അല്ല, അഥവാ കരപദാർത്ഥമോ ദ്രാവകമോ അല്ല, ആത്മീയ അനുഭവമാണ് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ ഉള്ള സന്തോഷവുമാണ്. ഈ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം വീണ്ടും ജനനം വഴിയാണെന്ന് നമ്മുടെ കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദീമോസുമായുള്ള സംസാരത്തിൽ ഓർപ്പിക്കുകയുണ്ടായി. ആ വീണ്ടും ജനനത്തിന് മുഖാന്തരമാകുന്നത് മാനസാന്തരമാണ്. മാനസാന്തരത്തിലൂടെയാണ് വീണ്ടും ജനനം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് യേശു പ്രസംഗിച്ചത്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീനെന്ന്. മാനസാന്തരം എന്നാൽ എന്താണ്? മാനസാന്തരം മനസ്സിനുണ്ടാകുന്ന പരിവർത്തനമാണ്. മാനസാന്തരം ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോൾ അവനിൽ ഭൗതിക കാര്യങ്ങളോടുള്ള ആഗ്രഹം മാറിയിട്ട് ആത്മീയ ആഗ്രഹമുള്ളവനായി മാറുന്നു. തന്നിൽ നിന്നുമുള്ള ലക്ഷ്യം മാറ്റിയിട്ട് ജീവനുള്ള ദൈവത്തിലേക്ക് ലക്ഷ്യം തിരിക്കുവാനത് കാരണമാകുന്നു. മാനസാന്തരം എന്ന് ഉദ്ദേശിക്കുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളോ അല്പകാലത്തേക്ക് പാപം ചെയ്യുന്നത് നിർത്തുന്നതുമല്ല, പാപത്തോട് ശരിയായൊരു മനോഭാവം ഉണ്ടായിട്ട് ദൈവികമായ ദുഃഖം ഉണ്ടാക്കുന്നതും എന്നേക്കുമായി പാപത്തിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക്, ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതുമാണ്. മുടിയൻ പുത്രന് മാനസാന്തരം ഉണ്ടായതിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ ഇങ്ങനെയാ കാണുന്നത്, അവന് സുബോധം വന്നപ്പോൾ. മാനസാന്തരം ഒരു വ്യക്തിക്ക് വരുമ്പോൾ അവനോട് തന്നെയുള്ള അവന്റെ മനോഭാവത്തിന് വ്യത്യാസം വരും. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് മറ്റുള്ളവരോടുള്ള മനോഭാവത്തിനും വ്യത്യാസം ഉണ്ടാകുമെന്ന് നാം കാണുന്നുണ്ട്.
കാരാഗ്രഹ പ്രമാണിയുടെ മാനസാന്തരത്തെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അവരടിച്ച് മുറിവേൽപ്പിച്ച പൗലോസും ശീലാസും രാത്രിയിൽ കാരാഗ്രഹത്തിൽ കിടന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിന്റെ ശക്തി കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങി വന്നു. ആ ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടത് കണ്ട കാരാഗ്രഹ പ്രമാണി ഭയപ്പെട്ടിട്ട്, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിലവിളിച്ചുകൊണ്ട് ഓടി വന്നു. അപ്പോൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവരോട് പൗലോസും ശീലാസും അറിയിച്ചു. അങ്ങനെ അവർ കർത്താവായ യേശുവിൽ വിശ്വസിച്ചു. അവർക്ക് കാരാഗ്രഹ പ്രമാണിക്ക് മാനസാന്തരം ഉണ്ടായപ്പോൾ ഒന്നാമത് അവർ ചെയ്തത് പൗലോസിനെയും ശീലാസിനെയും കൂട്ടിക്കൊണ്ടുപോയി രാത്രിയിൽ തന്നെ അവരുടെ മുറിവുകളെ കഴുകി. ആരെ അടിച്ചു മുറിവേൽപ്പിച്ചുവോ അവര് തന്നെ അവരുടെ മുറിവുകളെ കഴുകത്തക്കവണ്ണം അവർ ഉപദ്രവിച്ചവരോടുള്ള മറ്റുള്ളവരോടുള്ള അവരുടെ മനോഭാവത്തിന് തന്നെ വ്യത്യാസം വന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു വ്യക്തിയിൽ മാനസാന്തരം ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള വ്യത്യാസം നമുക്ക് എപ്പോഴും കാണുവാൻ കഴിയുന്നതാണ്. യേശു ദൈവരാജ്യത്തിലേക്ക് എങ്ങനെയാണ് ആളുകളെ നയിച്ചത് എന്നുള്ളതായ കാര്യമാണ് താഴെ നാം വായിക്കുന്നത്. അത് നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കാരണം ദൈവരാജ്യത്തിലായ ഓരോ ദൈവപൈതലിന്റെയും ഉത്തരവാദിത്വമാണ് മുൻപേ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അനേകരെ ദൈവരാജ്യത്തിലേക്ക് നടത്തുക. മത്തായി 6:33 നാം അത് വായിക്കുന്നല്ലോ. ദൈവരാജ്യത്തിന്റെ വിസ്തൃതിയാണ് നമ്മുടെ ലക്ഷ്യമായിരിക്കേണ്ടത്. ഈ ദൈവരാജ്യത്തിന്റെ വിസ്തൃതി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ദൈവരാജ്യത്തിന്റെ വിസ്തൃതി സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ മക്കളുടെ സാക്ഷ്യത്താലാണ്. അപ്പോസ്തലപ്രവൃത്തി 1:8 നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ശക്തി ധരിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. സൈന്യങ്ങളെ കൊണ്ടല്ല, സാക്ഷികളെ കൊണ്ടാണ് ദൈവരാജ്യത്തിന് വിസ്തൃതി ഉണ്ടാകുന്നത്. യുദ്ധ പ്രഖ്യാപനത്തിലൂടെയല്ല, സമാധാന സുവിശേഷ ഘോഷണത്തിലൂടെയാണ് ദൈവരാജ്യത്തിന്റെ വിസ്തൃതി ദൈവം ആഗ്രഹിക്കുന്നത്. സുവിശേഷത്തിന്റെ വ്യാപ്തി ആയുധത്തിന്റെ ശക്തിയല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. സുവിശേഷം അറിയിക്കുന്നതാണ്, ആത്മശക്തിയോടെ സുവിശേഷം അറിയിക്കുന്നതാണ്. ആളുകളെ രൂപാന്തരപ്പെടുത്തുന്നതല്ല നമ്മുടെ ജോലി. ആരെയും രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതല്ല നമ്മുടെ ജോലി. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം നാം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. സുവിശേഷം ഷെയർ ചെയ്യുക, സുവിശേഷം അറിയിക്കുക എന്നുള്ളത് കർത്താവ് നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കുവിനെന്ന് മത്തായി 28:19-20 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ടല്ലോ. ആ വലിയ കൽപ്പനയും ഉത്തരവാദിത്വവും നമുക്കുണ്ടെങ്കിലും ദൈവമക്കളിൽ അനേകരും ഇന്ന് സുവിശേഷം അറിയിക്കുവാൻ താല്പര്യമുള്ളവരല്ല. അനേകരും ഒരിക്കൽ പോലും തങ്ങൾ അനുഭവിച്ചിട്ടുള്ള സുവിശേഷം മറ്റുള്ളവരോട് പറഞ്ഞിട്ടില്ലാത്തവരാണ്. എന്തായിരിക്കും അതിന്റെ കാരണം? ഒരുപക്ഷെ അവരുടെ ഭയമായിരിക്കാം, അവരുടെ ധൈര്യമില്ലായ്മയായിരിക്കാം. എന്നാൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം സുവിശേഷം അറിയിക്കണമെന്നുള്ളതാണ്. സുവിശേഷം അറിയിക്കുവാനുള്ള യോഗ്യത എന്താണ്? നമുക്ക് സുവിശേഷം അറിയിക്കുവാൻ സാധിക്കുമോ? പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും ശക്തനാകുന്നു. ദൈവം മോശയോട് പറഞ്ഞു, ഞാനാകുന്നവൻ നിന്നെ അയച്ചു എന്ന് പറയുക. നമ്മോട് സുവിശേഷം അറിയിക്കുവാനായി നമ്മെ അയച്ചിരിക്കുന്നത് ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന് പേരുള്ളവനാണ്. അവൻ നമ്മെ ശക്തനാക്കുന്നവനാകിയാലും അവൻ നമ്മെ അയച്ചിരിക്കാലും നമുക്ക് എല്ലാവർക്കും മറ്റുള്ളവരോട് സുവിശേഷം പറയുവാനായിട്ട് കഴിയും. സുവിശേഷം അറിയിക്കുവാനുള്ള നമ്മുടെ യോഗ്യതകളെ കുറിച്ച് ഈ കർത്താവ് കാണിച്ച മാതൃകയിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായി, കർത്താവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടായിരിക്കണം. കർത്താവുമായിട്ട് ബന്ധമുള്ളവർക്ക് മാത്രമേ സുവിശേഷം അറിയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ കർത്താവ് ചിലരെ വിളിക്കുന്നതിനെ കുറിച്ചാണ്. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന പേരുള്ള ശീമോൻ തന്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ
മീൻപിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എന്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് അവരോട് പറഞ്ഞു. കർത്താവ് ശീമോൻ പത്രോസിനെയും അന്ത്രയോസിനെയും കാണുന്നത് ഇവിടെ വെച്ച് ആദ്യമായിട്ടല്ല. ഇത് അവരെ സുവിശേഷ വേലയ്ക്കായി വിളിക്കുകയാണ്. സുവിശേഷ വേലയ്ക്കായി അവരെ വിളിക്കുന്നതിന് മുമ്പ് ഒന്നാമത് കർത്താവ് അവരെ രക്ഷയിലേക്ക് നടത്തുവാൻ കണ്ടുമുട്ടുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലാണ് നാം വായിക്കുന്നത്. അവിടെ 35 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരുമായി അദ്ദേഹം നിൽക്കുമ്പോൾ യേശു കടന്നു പോകുന്നത് കണ്ടു. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടെന്ന് പറഞ്ഞ് യേശുവിനെ യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി. അപ്പോൾ തന്നോടുകൂടി ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ 2 പേർ യേശുവിന്റെ പിന്നാലെ ചെന്നു. അതിലൊന്ന് അന്ത്രയോസ് ആയിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. യേശു അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അപ്പോൾ അവര് പറഞ്ഞത്, ഗുരു, നീ എവിടെ പാർക്കുന്നു എന്നാണ്. വന്ന് കാണുക എന്ന് യേശു അവരോട് പറഞ്ഞു. അതനുസരിച്ച് അവർ അന്ന് യേശുവിനോടുകൂടെ പാർത്തു. യേശുവിനോടുകൂടെ പാർത്ത് യേശു ആരാണെന്ന് മനസ്സിലാക്കിയ അന്ത്രയോസ് ആദ്യമായി ഉടനെ തന്നെ ചെയ്തത് തന്റെ സഹോദരനായ ശീമോനെ കണ്ടിട്ട് യേശുവിനെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തുകയും ഞങ്ങൾ യേശുവിനെ കണ്ടെത്തി എന്ന് പറഞ്ഞ് യേശുവിനെ ശീമോനെ യേശുവിന്റെ അരികിലേക്ക് നടത്തുകയും ചെയ്തതാണ് നാം കാണുന്നത്. അന്ത്രയോസ് യേശുവുമായി ബന്ധപ്പെട്ടപ്പോൾ അവൻ അടുത്തതായിട്ട് തന്റെ സഹോദരനെ യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവന്നതുപോലെ ഒരു വ്യക്തി ഒന്നാമത് യേശുവുമായി ബന്ധപ്പെടണം. അതിനുശേഷം മറ്റുള്ളവരെ യേശുവുമായി ബന്ധപ്പെടുത്തുവാനായിട്ട് കഴിയും. ലേവി എന്ന് പറയുന്ന ചുങ്കക്കാരൻ മത്തായി ചുങ്കസ്ഥലത്തിരിക്കുമ്പോഴാണ് കർത്താവ് അവനെ വിളിച്ചത്. അവൻ കർത്താവിനെ അനുഗമിച്ചു. കർത്താവിനെ കണ്ടുമുട്ടിയ ലേവി ഉടനെ ചെയ്തത് ഒരു വലിയ വിരുന്നൊരുക്കി. അവന്റെ കൂട്ടുകാരായ ചുങ്കക്കാരെ ധാരാളം പേരെ ഇൻവൈറ്റ് ചെയ്തു. ആ വിരുന്നിൽ അവർക്ക് യേശുവിനെ പരിചയപ്പെടുത്തി. യേശുവിനെ പരിചയപ്പെട്ട, യേശുവിനെ കണ്ട, യേശുവുമായി ബന്ധപ്പെട്ടവരാണ് യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ കഴിയുന്നത്. യേശുവുമായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ യേശുവിലേക്ക് നടത്തുവാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം നാം മനസ്സിലാക്കുന്നത്, യേശു ശീമോനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ ദൈവരാജ്യത്തിലേക്ക് വിളിച്ചതായി നാം കാണുന്നുണ്ട്. അവര് യേശുവിനെ അനുഗമിച്ചു. അപ്പോൾ തന്നെ നാം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് എപ്പോഴും പിതാവുമായിട്ടൊരു വലിയ ബന്ധം കീപ്പ് ചെയ്തിരുന്നു. ജീസസ് kept a side by side relationship with Father. We need to be connected with relationship with Jesus. യേശുവുമായി നാം ബന്ധപ്പെട്ടവരായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആത്മാക്കളെ നേടുവാനായിട്ട് കഴിയത്തുള്ളൂ. ഒരു പ്രത്യേക വാക്യം ഈ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. 1 പത്രോസ് 3:14 ഒടുവിലത്തെ വാക്യവും 15-ാം വാക്യവുമാണ്. 1 Peter chapter 3 verses 14, second part and 15. എന്നാൽ അതെ, അതാണ് രണ്ടാമത്തെ പാർട്ട്. 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം രണ്ടാമത്തെ പാർട്ടാണല്ലോ നമ്മൾ പറഞ്ഞത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിപ്പി. അവിടെ നമ്മൾ വായിക്കുന്നത് ഇംഗ്ലീഷിൽ നാം എങ്ങനെയാണ് അത് കാണുന്നത്? ബട്ട് സാങ്ക്ടിഫൈ ക്രൈസ്റ്റ് ആസ് ലോർഡ് ഇൻ യുവർ ഹാർട്ട്. ഒന്നാമത് പുട്ട് ജീസസ് ആസ് യുവർ ലോർഡ്. കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ വിശുദ്ധീകരിപ്പി. നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോടും സൗമ്യതയും ഭക്തിയും കൊണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുകയും. ഒരു വ്യക്തി കർത്താവിനെ രക്ഷിതാവായി വിശുദ്ധീകരിച്ച് ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, ഏറ്റുപറയുമ്പോൾ, കർത്താവിനായി വേർതിരിക്കപ്പെടുമ്പോൾ അവരുടെ ജീവിതം മറ്റുള്ളവര് ചോദിക്കത്തക്കവണ്ണം നിങ്ങളുടെ പ്രത്യാശ എന്താണ്, കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ആ പ്രത്യേകത എന്താണെന്ന് മറ്റുള്ളവർ ചോദിക്കത്തക്കവണ്ണം, അവരെ ആകർഷിക്കത്തക്കവണ്ണമുള്ള ഒരു ജീവിതമായിരിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം, കർത്താവായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ നാം കർത്താവായി അംഗീകരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ഒരു ജീവിതം നയിച്ച് അവർ
നമ്മോട് നമ്മുടെ പ്രത്യാശയെക്കുറിച്ചും നമ്മുടെ കർത്താവിനോട് കൂടിയുള്ള ജീവിതത്തെക്കുറിച്ചും ചോദിക്കുവാൻ ഒരു ആകർഷകരമായ ഒരു ജീവിതമായിരിക്കും നാം നയിക്കുക. അപ്പോൾ നമുക്ക് സൗമ്യതയോടും സ്നേഹത്തോടും കൂടെ സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയുവാൻ നാം ഒരുക്കിയിരിക്കണമെന്നാണ് അവിടെ വായിക്കുന്നത്. Live differently. So let them ask about your hope and life in Christ. Always ready to speak in a gentle and respectful way. ഭയഭക്തിയോടും സൗമ്യതയോടും കൂടെ നമ്മുടെ പ്രത്യാശയെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചും ചോദിക്കുന്നവരോട് ഷെയർ ചെയ്യുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. യേശുവിനെ നാം കർത്താവായി ഏറ്റുപറയുമ്പോൾ, കർത്താവിന് മാതൃകയുള്ള ജീവിതം നയിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കും. കർത്താവ് അതിന് മാതൃകയാണ്. കർത്താവിനെ കുറിച്ച് കേട്ട ആ അന്ത്രയോസിന് താല്പര്യം തോന്നി കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന്. ഗുരു, നീ എവിടെയാണ് പാർക്കുന്നത് എന്ന് പറഞ്ഞ് കൂടുതൽ അറിയുവാനായിട്ട് ആഗ്രഹിച്ചു. യേശു പറയുകയാണ്, വന്നു കാണുക. അതുപോലെ നമ്മെ കാണുന്നവരും യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ഉത്സാഹമുള്ളവരായിരിക്കണം. ഇവിടെ നാം കണ്ടല്ലോ, നമ്മുടെ കർത്താവ് ഗലീല കടലിലെ മണൽപ്പുറത്തുകൂടി ഇങ്ങനെ നടക്കുകയാണ്. സ്വർഗത്തിൽ ദൈവത്തിന്റെ ആ വലത്തുഭാഗത്തിരുന്ന ദൈവമായിരുന്നവൻ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്ന് ആ ഗലീല കടലിലെ മണൽപ്പുറത്തുകൂടെ കടൽ മുക്കുവന്മാരെ അന്വേഷിച്ചു വന്നതായ കർത്താവ് എന്താണ് ചെയ്തത്? അവൻ ജഡത്തിൽ അവതരിച്ച് മനുഷ്യനായി വന്നപ്പോൾ നമ്മളുടെ സ്ഥാനത്ത് അവൻ നമുക്ക് വേണ്ടി ആയിത്തീർന്നു എന്ന് നാം ഓർക്കണം. കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. 2 കൊരിന്ത്യർ 5:21 വാക്യമാണ്. 2 കൊരിന്ത്യർ 5:21 വാക്യം. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. സ്വർഗം ദൈവത്തിന്, കർത്താവായ യേശുക്രിസ്തുവിന് വളരെ സേഫായ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണായിരുന്ന ഒരു പ്ലേസ് ആയിരുന്നു. എന്നാൽ ആ കംഫോർട്ട് സോൺ വിട്ട്, ആ സുരക്ഷിതത്വമുള്ള സ്ഥലം വിട്ട് നിന്ദകളുടെയും പരിഹാസത്തിന്റെയും സ്ഥാനത്തേക്ക് കർത്താവ് ഇറങ്ങി വന്നതുപോലെ നാം സുവിശേഷം അറിയിക്കുവാൻ നമ്മുടെ കംഫോർട്ട് സോൺ വിട്ട് മനുഷ്യരുടെ അരിയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. കർത്താവ് കടന്നു വന്നതുപോലെ നാം മനുഷ്യരുടെ അരിയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുവാനല്ലോ നമ്മുടെ കർത്താവ് വന്നത് എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. ലൂക്കോസ് 19:10. We need to move from our comfort zone so that people can see us. മനുഷ്യർക്ക് ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല അവരുടെ അക്ഷരീയമായ കണ്ണുകൾ കൊണ്ട്. എന്നാൽ അവർക്ക് എന്നെയും നിങ്ങളെയും കാണാൻ പറ്റും. അവർ നമ്മിലൂടെ ദൈവത്തെ കാണുവാൻ ഇടയാകണം. ദൈവത്തെ കാണുവാൻ മനുഷ്യർക്ക് കഴിയത്തില്ല. ആ ദൈവത്തെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ മനുഷ്യർ കണ്ടതുപോലെ മനുഷ്യർക്ക് ദൈവത്തെ കാണുവാൻ കഴിയില്ല. നമ്മിലൂടെ അവർ ദൈവത്തെ കാണുവാൻ ഇടയാകണം. അതിന് നാം മാതൃകയുള്ള ആ ജീവിതം നയിക്കുവാൻ കർത്താവായ യേശുവിനെ പോലെ അവരുടെ അരികിലേക്ക് നാം താണിറങ്ങുവാൻ തയ്യാറാകണം. അവർ ചോദിക്കുകയാണ്, ഗുരു, നീ എവിടെയാ പാർക്കുന്നത്? അവർ യേശുവിന്റെ ജീവിതം അവരെ കൂടുതലായിട്ട് അറിയുവാൻ യേശുവിലേക്ക് അട്രാക്ട് ചെയ്തു. അവർ ലൈഫ് ഷുഡ് ബി അട്രാക്റ്റീവ് ടു മേക്ക് പീപ്പിൾ വാണ്ട് ടു ലേൺ മോർ അബൌട്ട് എ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്. യേശു പറഞ്ഞു, വന്ന് കാണുവീൻ. യേശു അവരെ അനുവദിച്ചു. സോ allow them to get to know us so we can help them to know Jesus. യേശുവിനോട് കൂടെ താമസിച്ച് കൂടുതലായിട്ട് അറിയുവാൻ യേശു അനുവദിച്ചു കൊടുത്തതുപോലെ നമ്മെ നന്നായിട്ട് അറിയുവാൻ നാം മനുഷ്യർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അവരുടെ കൂടെ allow people to see the real you by hanging out with them. അവരോടുകൂടെ നാം സഹകരിക്കുകയും അവരോടുകൂടെ നാം റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ നാം ആരാണെന്ന് ആളുകൾക്ക് മനസ്സിലാകുവാനും നമ്മിലൂടെ നമ്മുടെ കർത്താവിനെ അവർ ഗ്രഹിക്കുവാൻ ഇടയാകും. അങ്ങനെ യേശുവിനെ അവർക്ക് കാണുവാൻ ഇടയായിത്തീരും. Allow people to see his dependence on God. വന്ന് കാണുക എന്ന് പറഞ്ഞ് യേശുവിനെ കൂടുതലായിട്ട് അറിയുവാൻ യേശു അനുവദിച്ചതുപോലെ ആളുകൾ നമ്മെ അറിയുവാനായിട്ട് നാം അനുവദിക്കണം. അവരുടെ അരികിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ അവസ്ഥ എന്താണെന്നും അവരുടെ ആവശ്യം എന്താണെന്നും അറിയുവാൻ നാം മനസ്സ് കാണിക്കണം. അവര് മനസ്സിലാക്കണം
നാം എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. അങ്ങനെ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെന്ന് അറിയുന്നത് അവരെ കർത്താവിലേക്ക് ആകർഷിക്കുവാൻ അത് കാരണമാകും. യേശുവിനോട് കൂടി ആയിരുന്നവർക്ക് അത് അറിയാമായിരുന്നു. യേശു പറഞ്ഞു, എന്റെ ഉപദേശം എന്റേതല്ല, എന്റെ പിതാവ് പറയുന്നതാണ് ഞാൻ പറയുന്നത്, എന്റെ പ്രവൃത്തികൾ എന്റേതല്ല, എന്റെ കർത്താവ് പിതാവ് പറയുന്നതാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ എപ്പോഴും കർത്താവ് പിതാവിനെ ആശ്രയിച്ചിരുന്നത് പോലെ നാം ദൈവത്തിൽ ആശ്രയിച്ചാണ് എല്ലാം ചെയ്യുന്നതെന്ന് ആളുകൾ മനസ്സിലാക്കുവാൻ ഇടയാകണം. ആത്മാക്കളെ നേടുന്നതിന് തടസ്സമായിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഈ സമയത്ത് ഓർപ്പിക്കുന്ന ഏറ്റവും ആവശ്യമാണ്. Pushing too hard when someone has no response to the dropping of a spiritual fish hook. നാം അക്ഷരികമായിട്ട് മീൻ പിടിക്കാൻ പോകുമ്പോഴാണെങ്കിലും ഒരു ചൂണ്ടയിടുമ്പോൾ ഒരു മീൻ വന്ന് നമ്മുടെ ഇരയെ കണ്ടിട്ട് അത് അടുക്കാതെ അറച്ചു നിൽക്കുകയാണെങ്കിൽ നാം കുറച്ചുകൂടെ പുഷ് ചെയ്ത് അതിനെ കൊണ്ട് തീറ്റിക്കാൻ ശ്രമിച്ചാൽ അത് ഭയപ്പെട്ട് മാറിപ്പോകത്തേ ഉള്ളൂ. നാം ആത്മീയ കാര്യങ്ങൾ അറിയുവാനുള്ള ആ സ്പിരിച്വൽ ഫിഷ് ഹുക്ക് മനുഷ്യർക്ക് ഇട്ടുകൊടുക്കുമ്പോൾ അവരാദ്യം താല്പര്യമൊന്നും കാണിച്ചില്ലെങ്കിലും നാം അവരെ നിർബന്ധിക്കുവാനായിട്ട് പാടില്ല. മറ്റൊരു കാര്യം, നാം ഒരുമിച്ച് കൂടുതൽ ആത്മീയ കാര്യങ്ങൾ ഒന്നിച്ച് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തുകയാണെങ്കിൽ അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുവാനിടയായിത്തീരും. നമ്മെ കുറിച്ച് തന്നെ ഒരു ഫാൾസ് ഇമേജ് നാം അവർക്ക് കൊടുക്കരുത്. നമ്മൾ മീൻ പിടിക്കുമ്പോൾ ഓർക്കാറുള്ള ഒരു കാര്യം, നമ്മളുടെ ഷെയ്ഡ് പോലും മീൻ കണ്ടു കഴിഞ്ഞാൽ അത് മാറിപ്പോകും. നമ്മൾ മറഞ്ഞു നിന്നുകൊണ്ടാണ് ഇരയിട്ട് കൊടുക്കുന്നത്, മീൻ പിടിക്കുന്നത്. ഇതുപോലെ നമ്മൾ ക്രിസ്തുവിൽ മറഞ്ഞു നിന്നുകൊണ്ട് എനിക്ക് എല്ലാം അറിയത്തില്ല, ഞാൻ എല്ലാം അറിയാവുന്നയാളല്ല, എല്ലാം എനിക്ക് കഴിവുള്ളയാളല്ല, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാകത്തക്കവണ്ണം ഒരു മാതൃക നാം കാണിച്ചെങ്കിൽ മാത്രമേ ആളുകൾ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുവാനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ കർത്താവ് കാണിച്ച മാതൃക അതാണ്. കർത്താവ് അവരുടെ അരികിലേക്ക് ഇറങ്ങിച്ചെന്നു, അവരെ കർത്താവ് പഠിച്ചു, അവര് കർത്താവിന്റെ അരികിലേക്ക് വന്നു, അവര് പഠിക്കുവാനായിട്ട് കർത്താവ് അനുവദിച്ചു. അതിനുശേഷം യേശുവിലൂടെ അവർ ദൈവത്തെ കാണുവാനിടയായി. അവർ ദൈവരാജ്യത്തിലേക്ക് കടന്നു വന്നു, ദൈവരാജ്യത്തിന്റെ സാക്ഷികളായി എന്ന് നമുക്ക് അവിടെ നിന്നും കാണുവാൻ കഴിഞ്ഞല്ലോ. അടുത്തതായിട്ട് യേശു മറ്റു ചിലരെ വിളിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന്റെ 21-ാം വാക്യം, അവിടെ നിന്നും മുമ്പോട്ട് പോയപ്പോൾ സബദിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സബദിയുമായി വല നന്നാക്കുന്നത് കണ്ടു. അവരെയും വിളിച്ചു. അവരും പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു എന്ന് നാം വായിക്കുന്നു. യാതൊരു തടസ്സവും പറയാതെ എന്നെ അനുഗമിക്കുന്നു പറഞ്ഞപ്പോൾ മീൻപിടുത്തക്കാരായ ഈ സഹോദരന്മാർ അവരുടെ അപ്പനെയും പടകിനെയും വിട്ട് യേശുവിനെ അനുഗമിച്ചതായി നാം കാണുന്നു. സബദി വല നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സബദി ആ മക്കളോടൊപ്പം യേശുവിനെ അനുഗമിച്ചതായി നാം കാണുന്നില്ല. എന്താണ് സബദിക്ക് തടസ്സമായി നിന്നത്? ഒരുപക്ഷെ തന്റെ ഫിഷിംഗ് ബിസിനസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കൊണ്ടായിരിക്കാം ആ ഫിഷിംഗ് ബോട്ടും നെറ്റുമൊക്കെ ഉപേക്ഷിച്ച് യേശുവിന്റെ പിന്നാലെ പോകുവാൻ താല്പര്യം കാണിക്കാഞ്ഞത്. എന്നാൽ ഈ മക്കൾ യാക്കോബും യോഹന്നാനും യേശുവിനെ അനുഗമിക്കുന്നതിന് അദ്ദേഹം തടസ്സം പറഞ്ഞില്ല. ഈവൻ സബദിയുടെ ഭാര്യയും സബദി മക്കളുടെ അമ്മയും യേശുവിനെ അനുഗമിക്കുന്നതിന് അദ്ദേഹം തടസ്സമായി നിന്നില്ല എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് സബദി പോകാഞ്ഞതുകൊണ്ട് അനേക കാര്യങ്ങൾ സബദിക്ക് നഷ്ടമായതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. രോഗികളെ സൗഖ്യമാക്കി, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കി, ലാസറിനെ ഉയർപ്പിച്ചു. ഈ കാര്യങ്ങളൊന്നും കാണുവാൻ സബദിക്ക് ഭാഗ്യമുണ്ടായില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് യാക്കോബും യോഹന്നാനും സമീപേ ഉണ്ടായിരുന്നു. എന്നാൽ സബദിക്ക് അത് കാണുവാനായിട്ട് കഴിഞ്ഞില്ല, ആ ഭാഗ്യമുണ്ടായില്ല. അന്ന് 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാടും വലിയ ഇരുട്ടുണ്ടായി, പാറകൾ പിളർന്നു, വലിയ കോളിളക്കങ്ങൾ സംഭവിച്ചു. ഒരുപക്ഷെ കടലിൽ വല നന്നാക്കിക്കൊണ്ടിരുന്ന സബദി വിചാരിച്ചു കാണും, എന്തോ വലിയ കാറ്റും കോളുമൊക്കെ കടൽക്ഷോഭമാണ് ഉണ്ടാകുന്നതെന്ന് വിചാരിച്ചു കാണും. അനേക കാര്യങ്ങൾ
സബദിക്ക് നഷ്ടമായി പോയി. ജീവിതത്തിൽ ഭൗതികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നെറ്റും ബിസിനസ്സും അല്ല പ്രധാനം, ആത്മീയ കാര്യമാണെന്ന് ആ സബദിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഭൗതിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് കർത്താവിനെ പിൻപറ്റുവാൻ നാം മടിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സബദിക്ക് നഷ്ടമായതുപോലെ അനേക ആത്മീയ മർമ്മങ്ങൾ നഷ്ടമായി പോകുമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യാക്കോബും യോഹന്നാനും യേശുവിനെ പിൻപറ്റിയതിന്റെ ഫലമായി അവരെത്രമാത്രം ശ്രേഷ്ഠന്മാരായി എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അടുത്ത വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ വേഗം അവസാനിപ്പിക്കാം. അടുത്തതായി നാം കാണുന്നത്, പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തതായി നാം കാണുന്നു. യേശു ലോകത്തിലേക്ക് കടന്നു വന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണെന്ന് 1 യോഹന്നാൻ 3:8 നിന്ന് വായിക്കുന്നുണ്ട്. പിശാച് കടന്നു വന്നത് മനുഷ്യരെ ബന്ധിക്കുവാനാണ്, കെട്ടുവാനാണ്. എങ്ങനെയാണ് അവൻ മനുഷ്യരെ കെട്ടുന്നത്? അവന്റെ മിഷൻ എന്താണ്? രക്ഷിക്കപ്പെടാത്തവരാരും രക്ഷിക്കപ്പെടരുത്, രക്ഷിക്കപ്പെട്ടവരാരും ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടരുത്. അവരെ അങ്ങനെയാക്കുക എന്നുള്ളതാണ് അവന്റെ, പ്രയോജനരഹിതരാക്കുക എന്നുള്ളതാണ് അവന്റെ പരിശ്രമം. അതിനുവേണ്ടി അവൻ ചെയ്യുന്ന മെത്തേഡ് എന്താണ്? അവൻ ഒന്നാമത് മനുഷ്യരെ ബന്ധിക്കുവാനായിട്ട് ചെയ്യുന്നത് ടീച്ചിങ് ആണ്. ഏദനിലേക്ക് കടന്നു വന്ന് ഉൽപ്പത്തി 3:1 മുതൽ നാം വായിക്കുമ്പോൾ അവയുമായിട്ട് അവൻ കോൺവെർസേഷൻ നടത്തുന്നു. അവന്റേതായ കാര്യങ്ങൾ അവളെ പഠിപ്പിക്കുന്നതായി നാം കാണുന്നുണ്ട്. അവളുടെ ശരിയായിട്ടുള്ള ദൈവത്തെ കുറിച്ചുള്ള അറിവ് മാറ്റിക്കളഞ്ഞിട്ട് തെറ്റായിട്ടുള്ള അറിവ് അവളെ പഠിപ്പിച്ചതായി നാം കാണുന്നു. അങ്ങനെ അവൾ ആത്മീയമായി ബന്ധിക്കപ്പെട്ടു. പിശാച് ഇന്നും അങ്ങനെയാണ് ചെയ്യുന്നത്. മനുഷ്യരെ ആ ദൈവിക സത്യങ്ങൾക്ക് വിരുദ്ധമായി പഠിപ്പിക്കുക, ദൈവവചനത്തെ സംശയിപ്പിക്കുക, ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ തിന്നാൽ മരിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ ന്യായവിധിയെ കുറിച്ച് സംശയിപ്പിക്കുക, നിത്യജീവനെ കുറിച്ച് സംശയിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ മറ്റുള്ളവരെ പഠിപ്പിക്കുക മാത്രമല്ല, അനേകരെ ഉപയോഗിച്ച് അവൻ അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടീച്ചിങ്ങിലൂടെ. ഇന്നത്തെ സ്കൂൾ സിസ്റ്റവും TV പ്രോഗ്രാമും പല ഇന്റർനെറ്റ് പ്രോഗ്രാമുകളിലൂടെ പിശാച് ആളുകളെ റിക്രൂട്ട് ചെയ്ത് അവന്റേതായ ആശയങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു കടന്നു വന്നത് പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ, അഴിക്കുവാനാണെന്ന് നാം കണ്ടു. എങ്ങനെയാണ് യേശു അഴിച്ചത്? യേശുവും ചെയ്ത് ഇങ്ങനെയാണ്, ടീച്ചിങ്, പ്രീച്ചിങ് ആൻഡ് ഹീലിംഗ്. കർത്താവ് കടന്നു വന്ന് ശരിയായിട്ടുള്ള സത്യം അവരെ പഠിപ്പിച്ചു. ശരിയായിട്ടുള്ള സത്യം നാം പഠിപ്പിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്താൽ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ അതിന് ശക്തിയുണ്ടെന്ന് ദൈവവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശു അവരെ ഉപദേശിച്ചു, യേശു അവരെ പഠിപ്പിച്ചു. ആ കർത്താവ് തന്റെ ശിഷ്യന്മാരെ അതിനായിട്ട് ട്രെയിൻ ചെയ്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലായിടവും പോയി പഠിപ്പിക്ക്, പ്രസംഗിക്കെന്ന്. ഇന്ന് ദൈവസഭയുടെ ഉത്തരവാദിത്തം ഈ കർത്താവ് തുടങ്ങി വെച്ചതായ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ദൈവസഭ ദൈവിക സത്യങ്ങൾ പഠിപ്പിക്കേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ദൈവിക സത്യങ്ങൾ നാം പഠിപ്പിച്ച് ജീവിതങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തണം. കാരണം ദൈവത്തിന്റെ വചനം നാം പഠിപ്പിക്കുമ്പോൾ ആ സത്യം അറിയുന്ന ജനം സ്വതന്ത്രരാകുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവ് ടീച്ചിങ്, പ്രീച്ചിങ് ആൻഡ് ഹീലിംഗ്, നമ്മുടെ കർത്താവ് എല്ലാവരെയും സൗഖ്യമാക്കിയതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു കടന്നു വന്നത് നമ്മളുടെ ഓൾനെസ്, നമ്മുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ പാപങ്ങളെ അവൻ ക്രൂശിൽ ചുമന്നു, നമ്മുടെ രോഗങ്ങളെ അവൻ കാൽവറിയിൽ വഹിച്ചു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ട്. ശാരീരികമായും മാനസികമായും ആത്മീയമായുമുള്ള എല്ലാ വിഷയങ്ങൾക്കും പൂർണ്ണ സൗഖ്യം യേശുവിലൂടെ നമുക്ക് ലഭിക്കുവാനായിട്ട് കഴിയും. ആ പൂർണ്ണ സൗഖ്യം കർത്താവ് നമുക്ക് എല്ലാവർക്കും നൽകുവാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ടും ഇന്ന് അനേകരെ സൗഖ്യം പ്രാപിക്കുന്നില്ല. എന്തുകൊണ്ടാണ് സൗഖ്യം പ്രാപിക്കാതിരിക്കുന്നത്? ദൈവമക്കളുടെ ഇടയിൽ, അനേകരുടെ ഇടയിലും ദൈവപ്രവൃത്തി നടക്കുന്നില്ല. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ കുളക്കരയിൽ വെള്ളം കാത്തുകൊണ്ട് അനേക രോഗികൾ കിടന്നിരുന്നു. ക്ഷയരോഗികൾ, മുടന്ത്, കൊരിട്, പക്ഷവാത രോഗികൾ. എന്നാൽ എല്ലാവർക്കും സൗഖ്യമായില്ല. ഒരാളെ യേശു സൗഖ്യമാക്കിയതായി നാം കാണുന്നുണ്ട്. എല്ലാവരും വെള്ളത്തിന്റെ കലങ്ങുന്നത് നോക്കി വെള്ളത്തിലേക്ക് ദൃഷ്ടി വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുവൻ യേശുവിലേക്ക് നോക്കി. യേശു അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? മറ്റ് പല മാധ്യമങ്ങളെ നോക്കി എങ്ങനെയെങ്കിലും വിടുതൽ കിട്ടുവാൻ ആഗ്രഹിക്കുന്ന പലർക്കും സൗഖ്യം ലഭിക്കാതിരിക്കുമ്പോൾ കർത്താവായ യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, എന്റെ സകല രോഗങ്ങളെയും അവൻ കാൽവറിയിൽ വഹിച്ചു
എനിക്ക് അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ടെന്ന് ഏതൊരു വ്യക്തി വിശ്വസിക്കുന്നുവോ ആ വ്യക്തിക്ക് പൂർണ്ണമായി സൗഖ്യം ലഭിക്കുവാൻ ഇടയായി തീരും. യേശു ഇന്നും സൗഖ്യമാക്കുന്ന കർത്താവാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ സൗഖ്യം നൽകുന്നു. ദൈവമക്കൾക്ക് അനേകർക്കും ഇന്ന് വേണ്ട വിധത്തിൽ സൗഖ്യം ലഭിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ട ചില ആളുകളുടെ ജീവിതം രക്ഷിക്കപ്പെടാത്തവരേക്കാൾ വളരെ പരാജയവും അധംപതിച്ചതുമായി കാണുന്നുണ്ട്. അതിന്റെ രഹസ്യം എന്താണെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ അവനിലുള്ള പൈശാചിക ശക്തിയെ പുറത്താക്കുകയും യേശു അവനെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷമുള്ള കാര്യം പല ദൈവമക്കളും മറന്നുപോകുകയാണ്. ദൈവത്തിന്റെ വചനം കൊണ്ടും പരിശുദ്ധാത്മ സാന്നിധ്യം കൊണ്ടും അവരുടെ ഹൃദയം നിറച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർ ജീവിക്കണമെന്നുള്ളത് അവർ മറന്നുപോകുന്നു. അതിന്റെ ഫലമായി അവരിൽ നിന്നും പുറപ്പെട്ടു പോയ പിശാച് മടങ്ങി വരുമ്പോൾ ഹൃദയം ശൂന്യമായി, വചനമില്ലാതെ, പരിശുദ്ധാത്മ സാന്നിധ്യമില്ലാതെ, ദൈവവുമായുള്ള ബന്ധമില്ലാതെ കാണുമ്പോൾ അതിനേക്കാൾ ശക്തിയുള്ള 7 പൈശാചി ശക്തികളുമായി വന്ന് ഈ വ്യക്തിയിലേക്ക് വീണ്ടും കയറുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ളതിനേക്കാൾ വേഴ്സായിട്ട് ഈ വ്യക്തിയുടെ ജീവിതം മാറുവാൻ ഇടയാകുന്നു. അതാണ് ഇന്ന് പലയിടങ്ങളിലും സംഭവിച്ചിരിക്കുന്ന പരാജയം. ആയതുകൊണ്ട് നാം മനസ്സിലാക്കണം, ദൈവമക്കളുടെ ജീവിതത്തിലെ വചനധ്യാനമില്ലായ്മയും പ്രാർത്ഥനയില്ലായ്മയും ആത്മനിറവില്ലായ്മയും ആയിരിക്കാം ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്നത്. എന്നാൽ അപമാനം വരുന്നത് നമ്മുടെ ദൈവത്തിനാണ്. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയതാണ്. കണ്ടില്ലേ, അവർക്ക് ഇന്നും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മുടെ ദൈവത്തിന് അവരെ വിടുവിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ശത്രു നിന്ദിക്കുവാൻ ഇടയായിത്തീരും. ഒരിക്കലും നമ്മുടെ ജീവിതത്തിലൂടെ അങ്ങനെ സംഭവിക്കുവാൻ ഇടയാകരുത്. നമ്മുടെ കർത്താവ് ഇന്നും സൗഖ്യമാക്കുന്ന ദൈവമാണ്. നമ്മുടെ രോഗങ്ങൾക്ക് കാരണം എന്താണെന്ന് നാം മനസ്സിലാക്കണം. പലപ്പോഴും വേണ്ട വിധത്തിൽ ഡയഗ്നോസ് ചെയ്യുവാൻ കഴിയാത്തത് കൊണ്ടാണ് പല രോഗങ്ങളും കണ്ടുപിടിച്ച് സൗഖ്യമാകുവാൻ കഴിയാത്തത്. ചിലത് പൈശാചിക ശക്തികളുടെ കാരണത്താലായിരിക്കാം, ചിലത് ക്ഷമിക്കപ്പെടാത്ത ചില പാപങ്ങൾ കൊണ്ടായിരിക്കാം, ഏറ്റുപറയാത്ത ചില പാപങ്ങൾ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ മറ്റു ചിലരോട് നാം ക്ഷമിക്കാത്തതായ കാര്യങ്ങളായിരിക്കാം. അതിനുവേണ്ടി നാം മരുന്ന് കഴിച്ചതുകൊണ്ട് സുഖമാകത്തില്ല. മരുന്ന് കഴിക്കേണ്ടതാണെങ്കിൽ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പൈശാചിക ശക്തികൾ കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന പ്രശ്നമാണെങ്കിൽ അതിന്റെ പേരിൽ നാം ജയമെടുക്കണം. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാത്തത് കൊണ്ടാണെങ്കിൽ ഏറ്റുപറയാത്ത പാപങ്ങൾ നാം ഏറ്റുപറയണം. നാം ആരോടെങ്കിലും നിരപ്പ് പ്രാപിക്കാനുണ്ടെങ്കിൽ അവയ്ക്ക് നാം ക്രമീകരണം വരുത്തണം. അങ്ങനെ നാം ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ സൗഖ്യമാക്കുവാൻ ശക്തനാണ്. യേശു ഇന്നും ജീവിക്കുന്നു. അവൻ ചെയ്ത ശുശ്രൂഷ ചെയ്യുവാൻ തന്റെ അപ്പോസ്തലന്മാരെയും ശിഷ്യന്മാരെയും ആക്കി വെച്ചിരിക്കുന്നു. നാം യോഹന്നാന്റെ സുവിശേഷ ലേഖനം 1 യോഹന്നാൻ 4:17 ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ആ വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. 1 യോഹന്നാൻ 4:17 വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗമാണ്. As he is, so also are we in this world. We are in this world as Jesus is. കർത്താവ് ലോകത്തിലായിരുന്നതുപോലെ നാം ലോകത്തിലായിരിക്കണം. കർത്താവ് ഉപദേശിച്ചും പ്രസംഗിച്ചും രോഗികളെ സൗഖ്യമാക്കിയും ചെയ്തു പോകുന്നത് പോലെ നാമും അതേ ശുശ്രൂഷ ചെയ്യേണ്ടവരാണെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. അതിനായിട്ട് നമുക്ക് ശക്തീകരിക്കാം. ആര് പ്രാർത്ഥിച്ചാലും എങ്ങനെ സൗഖ്യമായാലും അതിൽ എല്ലാത്തിന്റെയും കാരണം യേശുവാണ് സൗഖ്യദായകൻ. ആ കർത്താവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഒരു വ്യക്തി സൗഖ്യം പ്രാപിച്ചാൽ ആ വ്യക്തി യേശുവിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. രോഗസൗഖ്യത്തിലൂടെ, വിടുതലിലൂടെ, അത്ഭുതങ്ങളിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ ജനം കർത്താവിലേക്ക് വരുവാനിടയായിത്തീരും. ആയതിനാൽ ഈ തിരുവചന ധ്യാനം നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചിരുന്ന മാതൃക പ്രകാരം അനേകരെ കർത്താവിലേക്ക് നടത്തുന്നതിനും അനേകരുടെ സൗഖ്യത്തിനും കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ആശീർവദിക്കട്ടെ. കർത്താവ് മനുഷ്യരെ ദൈവരാജ്യത്തിലേക്ക് നയിച്ച മാതൃകയുടെ ഒരു ചെറിയ ഭാഗം മാന്യ ശ്രോതാക്കളായ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഈ അനുഭവങ്ങൾ ഈ ജീവിതത്തിലും നിത്യതയിലും നമുക്ക് പ്രാപിക്കുവാനുള്ള ഏക മാർഗം കർത്താവായ യേശുവിനെ രക്ഷിതാവായി നാം സ്വീകരിക്കുകയാണ്. എന്റെ മാന്യ ശ്രോതാക്കളിൽ ആരെങ്കിലും ഇതുവരെയും ഈ അനുഗ്രഹത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല എങ്കിൽ എന്നോടൊപ്പം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയ കർത്താവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി എന്നെ വീണ്ടെടുക്കുവാൻ അവിടുന്ന് ക്രൂശിൽ മരിച്ചു. 3-ാം നാളിൽ അങ്ങ് ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്യുകയും പിതാവിന്റെ
വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നുവെന്ന് ഞാൻ വിശ്വസിച്ച് ഹൃദയം കൊണ്ട് ഏറ്റുപറയുന്നു. ആമേൻ. ഇത് സംബന്ധമായ വിവരങ്ങൾ അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഇമെയിൽ അഡ്രസ്സിലോ ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.